ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। କାରଣ ତାଙ୍କର ଦୟା ଅନନ୍ତ କାଳ ସ୍ଥାୟୀ। କାରଣ ତାଙ୍କର ଦୟା ଅନନ୍ତ କାଳ ସ୍ଥାୟୀ। ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ସଦାପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ଦେବ ମାନଙ୍କର ଦେବଙ୍କର ଧନ୍ୟବାଦ କର, ରାଜା ମାନଙ୍କର ରାଜାଙ୍କର ଧନ୍ୟବାଦ କର। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നും നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിൽ കടന്നു വരുവാൻ ദൈവം അനുവദിച്ചല്ലോ. നമുക്ക് നല്ലവനായ ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ നാളിൽ ദൈവം നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വിജയം ഓഫ് ഇന്ത്യ ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആദിവാസികളായ ജനത്തിന്റെ നടുവിൽ കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. നിങ്ങൾക്കറിയാം, ദൈവം ഈ നാളിൽ ആ ശുശ്രൂഷയെ വളർത്തി, ദൈവം തന്നെ വളരുമാറാക്കി, സഭകളെ വളർത്തി, ആത്മാക്കളെ ദൈവം തന്നു. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് പ്രിയ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിന് തർക്കമില്ല. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം. വലിയ ഉത്തരവാദിത്വങ്ങളും വലിയ ചുമതലകളും ഏറ്റെടുത്ത് നാം മുൻപോട്ട് പോവുകയാണ്. ഈ വർഷം നമ്മുടെ മിഷണറിമാർ, നമ്മുടെ വിശ്വാസികൾ, അവരുടെയൊക്കെ മക്കൾ ജൂലൈ മാസം സ്കൂളുകൾ തുറന്ന്, കോളേജുകൾ തുറന്ന് ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. വചനം കേൾക്കുന്ന നമ്മുടെയും മക്കളൊക്കെ ഓൾറെഡി സ്കൂളുകളിലായി. അവർക്ക് വേണ്ടി ആയിരക്കണക്കിന് രൂപ നമ്മൾ ചെലവ് ചെയ്തു. ഒരു പാവപ്പെട്ട കുട്ടിയെ നിങ്ങൾ മറക്കരുത്. ഒരു കൊച്ചു കുട്ടിയെ, ഒരു കൊച്ചു കുടുംബത്തെ, ഒരു ദരിദ്രമായൊരു കുടുംബത്തെ നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം, കരുതണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള ആലോചനകളായിരുന്നല്ലോ. യെരിഹോ കോട്ട യോശുവയുടെ നേതൃത്വത്തിൽ പിടിച്ചടക്കി. ആ കോട്ടയുടെ മേൽ ജയം തന്നു. പക്ഷേ ഒരു കാര്യം, അതിനകത്തുള്ള സകലതും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കണം, യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരിക്കണം. അത് നമുക്കുള്ളതായിരിക്കാൻ പാടില്ല. ശപഥമായി യഹോവയ്ക്ക് എന്ന് പറഞ്ഞ് നീക്കിവെക്കപ്പെട്ടതായിരിക്കണം. അതിൻ്റെ മേൽ കൈവയ്ക്കരുത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിച്ചതാണ്. ഇന്ന് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ചിന്തയ്ക്കായിട്ട് എടുക്കുകയാണ്. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുക ഇല്ല എന്നിങ്ങനെ യഹോവയായ ദൈവം അരുളി ചെയ്തു. നാം കഴിഞ്ഞ ദിവസം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും, അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് വിശുദ്ധീകരിച്ചാൽ നാളെ അത്ഭുതം പ്രവർത്തിക്കും. ഇവിടെ പറഞ്ഞത്
നാളെ നിങ്ങളെ വിശുദ്ധീകരിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ശാപം മാറിപ്പോകും. ശാപം ഒരു വല്ലാത്ത ശാപം തന്നെയാണ്. അതൊരു വല്ലാത്ത വിഷയം തന്നെയാണ്. ആവർത്തന പുസ്തകം 27ഉം 28ഉം അധ്യായങ്ങൾ നാം ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ അവിടെ അനുഗ്രഹം എങ്ങനെ നമുക്ക് ലഭിക്കുന്നു, ശാപം എന്തുകൊണ്ട് ലഭിക്കുന്നു, ഇതെല്ലാം വളരെ സവിസ്തരമായി ഇസ്രായേൽ മക്കളെ മോശ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമാണെങ്കിൽ വേദഭാഗം എടുത്ത് വായിച്ചു നോക്കണം. 27ാമത്തെ അധ്യായവും 28ാമത്തെ അധ്യായവും വളരെ സവിസ്തരമായി മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ അതിലെല്ലാം അവർ തെറ്റി. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ശാപം ഇവരിൽ കടന്നു വന്നത് എന്തുകൊണ്ടാണ്? ആഖാൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ് ഒരു സമൂഹത്തിന്റെ മുഴുവനും ശാപത്തിന് കാരണമായി തീർന്നത്. അവൻ എന്തു ചെയ്തു? ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിനെ ആരും അറിയാതെ ആരും കാണാതെ സ്വന്തമാക്കി. ഞാനതിന് ഒന്നുകൂടി പറഞ്ഞാൽ, വിശുദ്ധമായതിനെ അശുദ്ധിയോടെ സമീപിച്ച് സ്വന്തമാക്കി. സേരഹിന്റെ മകനായ സപ്തിയുടെ മകനായ കർമ്മിയുടെ മകനായ ആഖാനെ, നീ ഒറ്റയൊരുത്തൻ നിമിത്തം നിന്റെ കുലം, നിന്റെ ദേശം, നിന്റെ ജനം പരാജയപ്പെട്ടു പോയില്ലേ? പരാജയപ്പെട്ടു പോയില്ലേ? ഇവിടെ പറയുന്നു, ശത്രു നിന്റെ മുൻപാകെ തല ഉയർത്തും. ശാപമുള്ളിടത്തോളം കാലം, ശാപം ഇരിക്കുന്നിടത്തോളം കാലം ശത്രുവിന്റെ മുൻപിൽ നിനക്ക് തല ഉയർത്താൻ കഴിയില്ല. ശത്രു നമ്മുടെ തലയ്ക്ക് മികുതെ ഉയർന്നിരിക്കും. ശാപം മാറിയാൽ ശത്രു ലജ്ജിച്ച് പിന്മാറും. വളരെ ചെറിയ പട്ടണമായ ഹായിയുടെ മുൻപിലെ പരാജയം ഇസ്രായേൽ ജനത്തിനെല്ലാം വലിയ വേദനയായി, തീവ്രമായ ദുഃഖമായി, വലിയ സങ്കടമായി. എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്നുള്ള വിഷമത്തിലായി, വളരെ ഭാരം അനുഭവിച്ചു. യോശുവായ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ വീണ് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം യോശുവായോട് പറഞ്ഞു, നീ ഇങ്ങനെ വീണ് കിടന്നിട്ട് കാര്യമില്ല. നീ ജനത്തോട് പറയുക, നാളെ നിങ്ങൾ വിശുദ്ധീകരിച്ച് നിങ്ങളുടെ നിന്ന് ശാപത്തെ മാറ്റുവീൻ. ശാപം പരാജയത്തിന് കാരണമാണ്. ശാപം രോഗത്തിന് കാരണമാണ്. ശാപം നിരാശയ്ക്ക് കാരണമാണ്. ശാപം അകാല മൃത്യുവിന് കാരണമാണ്. ശാപം നരകത്തിന് കാരണമാണ്. ശാപം നിന്ദയ്ക്ക് കാരണമാണ്. ശാപം തലമുറകൾക്ക് അനുഗ്രഹമല്ല. ശാപം കുടുംബം കുറ്റിനാശം വരുത്തുന്നതാണ്. ശാപം ആത്മഹത്യക്ക് പ്രചോദിപ്പിക്കുന്നതാണ്. ശാപം കുടുംബത്തിന്റെ സമാധാനം കെടുത്തിക്കളയുന്നതാണ്. ശാപം നിന്റെ ഭവനത്തിന്റെ അടിവേര് മാന്തുന്നതാണ്. ആകയാൽ ശാപം മാറേണ്ടതിന് ഇന്ന് നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിച്ചാൽ നാളെ ചില പരാജയങ്ങളെ ദൈവം വിജയങ്ങളാക്കി മാറ്റും. ചില നിരാശയെ ദൈവം ആശയാക്കി മാറ്റും. ചില പ്രയാസങ്ങളെ ദൈവം അനായാസമാക്കി മാറ്റും. ചില സങ്കടങ്ങളെ ദൈവം അനുഗ്രഹങ്ങളാക്കി മാറ്റും. ചില വേദനകളെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയം തരും. എവിടെയാണോ തോറ്റുപോയത് അവിടെ നിനക്ക് ജയമുണ്ടാകും. ആകയാൽ സുഹൃത്തേ,
ഒട്ടും നിരാശപ്പെടാതെ കുടുംബത്തിൽ നിന്ന് ശാപം മാറാൻ, വ്യക്തികളിൽ നിന്ന് ശാപം മാറാൻ ഒരു കുറുക്ക് വഴിയുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്നെ പോലെയുള്ള ഉപദേശിമാർ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ടമാനം പ്രകോപിപ്പിക്കാറുണ്ട്, പേടിപ്പിക്കാറുണ്ട്, ഭയപ്പെടുത്താറുണ്ട്. ഇവിടെ ശാപമുണ്ട്, ഇവിടെ ബന്ധനമുണ്ട്, അതുകൊണ്ട് ഇന്ന ഇന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്താൽ മാറിപ്പോകും. ചില വസ്തുക്കൾ കൊടുക്കും, ചിലതെല്ലാം ഇന്ന സ്ഥാനത്ത് സൂക്ഷിക്കാൻ പറയും, ചിലർ പറയും ഇന്ന സ്ഥാനത്ത് പോകാൻ പറയും, ഇന്ന വ്യക്തിയെ കാണാൻ പറയും, ഇത്ര രൂപ തന്നാൽ ഞാനത് എടുക്കാമെന്ന് പറയും. ഞാൻ കൈതൊഴുതുകൊണ്ട് പറയട്ടെ, വളരെ ലളിതമാണ് നമ്മുടെ ശാപം മാറാനുള്ള മാർഗം. ദരിദ്രനും വിദേശിക്കും സ്വദേശിക്കും സമ്പന്നനും കുചേലനും ആർക്കും സ്വീകരിക്കാവുന്ന ഒരു മാർഗം, വളരെ എളുപ്പമായൊരു മാർഗം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് അതിനെ ഏറ്റവും ലളിതമാക്കി, കർത്താവ് അതിനെ ഏറ്റവും സിമ്പിളാക്കി തന്നു, ഏറ്റവും ലളിതമാക്കി തന്നു. എങ്ങനെയാണെന്നല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു: കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഞാൻ ആ വാക്യം തിരുത്തി പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പൊ ശാപം മാറാൻ എന്തു ചെയ്യണം? കർത്താവിനെ സ്നേഹിക്കണം. പാപം മാറാൻ എന്ത് ചെയ്യണം? ക്രൂശിൽ തൂങ്ങിയ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. രോഗം മാറാൻ എന്ത് ചെയ്യണം? ഗിലിയാദിലെ വൈദ്യനായ യേശു കർത്താവിന്റെ ചങ്കിലെ രക്തത്താലുള്ള സ്പർശനം അനുഭവിക്കണം. സുഗന്ധക്കുഴമ്പിനാൽ സൗഖ്യം തരും. ശാപം മാറാൻ എന്ത് ചെയ്യണം? യേശുവിനെ സ്നേഹിക്കണം. കാൽവറിയിൽ എന്തിനെല്ലാം വിജയമുണ്ടായി? പാപത്തിന്റെ മേൽ ജയമുണ്ടായി, രോഗത്തിന്റെ മേൽ ജയമുണ്ടായി, ശാപത്തിന്റെ മേൽ ജയമുണ്ടായി, മരണത്തിന്റെ മേൽ ജയമുണ്ടായി. ഈ 4 കാര്യങ്ങൾ കാൽവറിയിൽ കർത്താവ് സാധ്യമാക്കിയെങ്കിൽ അത് 4ഉം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാനുള്ളതാണ്, നമുക്ക് സ്വന്തമാക്കാനുള്ളതാണ്, നമുക്ക് ആസ്വദിപ്പാനുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഒറ്റ കാരണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്ത അന്ധകാര ശക്തികൾ നമ്മളെ ബന്ധിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്, നമ്മളെ കൃപയിൽ നിന്ന് അകറ്റി താഴെയിടുകയാണ്, നമ്മളെ വീഴ്ചയിലേക്ക് വലിച്ചിടുകയാണ്, നമ്മളെ നിന്നാപാത്രമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, യേശു കർത്താവിനെ എന്ത് വില കൊടുത്തും സ്നേഹിക്കണം. എത്ര വിലപ്പെട്ടതും കർത്താവിന് കൊടുക്കണം. എത്ര വിലയേറിയതും യേശു കർത്താവിന് കൊടുക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതെന്തെന്ന് ചോദിച്ചാൽ, 1 നമ്മുടെ ജീവിതം, 2 നമ്മുടെ സമയം. ഇത് 2നെ അപ്പുറത്ത് മറ്റൊന്നില്ല. ഏറ്റവും വിലപ്പെട്ടതും തിരിച്ചു ലഭ്യമല്ലാത്തതും നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയായിട്ടുള്ള ഒന്നാണ് സമയം. അത് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കർത്താവിന് കൊടുക്കണം. ജീവിതം, ഈ ജീവിതം നിലനിർത്താൻ ഒരുവൻ ജീവൻ കൊടുത്തു, അതിന് പകരമായി എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാകണം. അങ്ങനെ നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ശാപം മാറിപ്പോകും. നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിന്ന മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ശാപം മാറണ്ടേ? അയ്യോ, എൻ്റെ ഭവനം ശപിക്കപ്പെട്ട ഭവനമാണല്ലോ എന്ന് തോന്നാറുണ്ടോ? മുടിഞ്ഞ വീട് പോലെ, മുടിഞ്ഞ തറവാട് പോലെ, മുടിഞ്ഞ ഇല്ലം പോലെ
അയ്യേ, അരുത്, എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഹൃദയത്തിൽ കർത്താവിന് പാടിയും നാൾതോറും വിശുദ്ധിയോടെ ജീവിക്കാമെങ്കിൽ നമ്മുടെ വീടിനകത്ത് അന്ധകാരം മാറി പ്രകാശം കടന്നു വരും. പ്രകാശം കടന്നു വരും. കർത്താവിൻ്റെ നിത്യപ്രകാശം താങ്കളുടെ ഭവനത്തിന് അനിവാര്യമാണ്. താങ്കളുടെ ഭവനത്തിൽ ശാപം ഓടിക്കളിക്കുന്നുണ്ട്. താങ്കളുടെ ഭവനത്തിൽ അതേ ദൈവകൃപയില്ലാത്ത പ്രവൃത്തികൾ വീടിനകത്ത് അകത്തളങ്ങളിൽ പരക്കം പായുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ഇന്ന് വിശുദ്ധീകരിച്ച് ശാപത്തെ മാറ്റൂ. ഇന്ന് കർത്താവിനെ രക്ഷകനും നാഥനും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ച് ശാപത്തെ നീക്കൂ. നാളെ നീ തോറ്റെടുത്തെല്ലാം ജയിക്കും. പരാജയമുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. മോഷ്ടിച്ചെടുത്തത്, തട്ടിച്ചെടുത്തത്, പറ്റിച്ചെടുത്തത്, കള്ളത്തരം പറഞ്ഞെടുത്തത്, വഞ്ചിച്ചെടുത്തത് ഇപ്പൊ എവിടെയുണ്ട്? കൊള്ള പലിശ വാങ്ങി ബാങ്കിൽ നിക്ഷേപിച്ചതൊക്കെ എവിടെ? ഇപ്പോ ആ പൊട്ടി തകർന്നു പോയ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് പോയില്ലേ? ഒരുപക്ഷെ അത് കഠിനാധ്വാനത്തിന്റെ വിഹിതമാകാം, ഒരുപക്ഷെ അത് അവിഹിത മാർഗത്തിലൂടെ നേടിയതാകാം. എനിക്കറിയില്ല എങ്ങനെ. നമ്മൾ എല്ലാം അനുഭവിക്കാമെന്ന് കരുതി സൂക്ഷിച്ച് ശേഖരിച്ച് വെച്ചത് കൈ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് എങ്ങനെയോ വഴുതിപ്പോയി. അനുഭവിക്കാൻ പറ്റുന്നില്ല. സ്വന്തം നന്മ അവരവർക്ക് തന്നെ അനുഭവിക്കാൻ കഴിയാതെ പോവുക എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് ദൈവമക്കളെ? നമ്മൾ 50,000 രൂപ പ്രതീക്ഷിച്ച് വളരെ കഷ്ടപ്പെട്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്തു. രൂപ കയ്യിൽ വന്നപ്പോഴേക്കും ഭാര്യയ്ക്ക് അസുഖമായി. അങ്ങനെ 50,000 രൂപയും ആശുപത്രിയിൽ പോയി. എങ്ങനെയുണ്ട്? നേടിയതെല്ലാം മറ്റൊരു വഴിയിലൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ? നമ്മൾ വായിക്കണം ആവർത്തനം 28-ാം അധ്യായം. അവിടെ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നന്മ അനുഭവിക്കാതെ ചോർപ്പകൾ വഴി അത് ചോർത്തിക്കളയുന്ന ദുഷ്ടശക്തികളുണ്ട്. അതിൻ്റെ പേരാണ് ശാപം. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്, ശാപത്തെ മാറ്റുന്നവനാണ്. അവൻ അനുഗ്രഹം മാത്രമാണ്. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് മരിച്ചത്. ശാപത്തെ നീക്കണം, ശാപത്തെ മാറ്റണം. അതിനായി നാം നമ്മെ ശുദ്ധീകരിക്കണം, നാം കർത്താവിനെ സ്നേഹിക്കണം. എന്നാൽ തോറ്റുപോയ ഹായി പട്ടണത്തിൻ്റെ മേൽ വലിയൊരു ജയം കർത്താവ് നമുക്ക് തരും. കർത്താവ് തരും, ഉറപ്പാണ്. കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തമാണത്. യോശുവയ്ക്ക് ഇത് കേട്ടപ്പോഴാണ് സമാധാനമായത്. യോശുവ കവിണ്ണ് വീണ് കിടന്ന് കണ്ണുനീർ തൂകി കരഞ്ഞു കലകി എൻ്റെ ജനം പരാജയപ്പെട്ടതിൻ്റെ വേദന ഏറ്റെടുത്ത് ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ യോശുവയോട് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. യോശുവയെ, ജനത്തിന്റെ നടുവിൽ ശാപം പ്രവർത്തിച്ചിരിക്കുന്നു, ശാപം കടന്നു വന്നിരിക്കുന്നു. ശാപം നീക്കാതെ നിനക്കിനി ജയമില്ല. ഒരു ജയം നമ്മളിൽ അലസത ഉളവാക്കും. ഒരു ജയം നമ്മിൽ അഹങ്കാരം ഉളവാക്കും. ഒരു ജയം നമ്മളിൽ നിഗളത്തെ ഉളവാക്കും. എന്നാൽ ഒരു പരാജയം
നമ്മളെ വിനയാന്വിതരാക്കുന്നുവെങ്കിലോ, ഒരു പരാജയം നമ്മളെ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുമാറാക്കുന്നുവെങ്കിലോ, ഒരു പരാജയം നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയാണെങ്കിലോ, എത്ര മനോഹരമാണിത്, എത്ര മനോഹരമാണ്. ആകയാൽ പരാജയമൊന്നും പരാജയങ്ങളല്ല, അതെല്ലാം ജയത്തിൻ്റെ ആരംഭമാണ്. അതെല്ലാം ജയത്തിൻ്റെ ആരംഭമാണ്. വിജയിക്കാൻ ഉള്ളതിൻ്റെ ആരംഭമാണ് പരാജയം. അതിലൊന്നും നിരാശപ്പെട്ടു പോകരുത്. 46 വർഷത്തെ എൻ്റെ ആത്മീക ജീവിതത്തിൽ പല കാര്യങ്ങളെ കർത്താവ് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിലൊന്നാണ്, തോറ്റാൽ ജയം തരുന്ന ഒരു കർത്താവ് ഉണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. ഐ ആം വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയുണ്ട് മോനെ. യേശുവുള്ള യാത്ര വിജയമാണ്. തിരയടിച്ചാലും കാറ്റടിച്ചാലും പടക് മുങ്ങുമെന്ന് തോന്നിയാലും ഈ പടകിൽ കർത്താവ് ഉണ്ടെങ്കിൽ ജയം സുനിശ്ചിതമാണ്. നമ്മൾ മറുകരയെത്തുക തന്നെ ചെയ്യും. ഈശാനമൂലൻ ചുഴറ്റിയടിക്കുമ്പോൾ കരമുയർത്തി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ശാപത്തിൻ്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്യാതെ അനുഗ്രഹത്തിൻ്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്യണം. അന്യ ദൈവങ്ങൾ നമുക്കുണ്ടാകരുത്. ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അല്ലാത്തതെല്ലാം ശാപത്തിന് കാരണമാണ്. രഹസ്യ പാപങ്ങൾ നമ്മളെ ശാപത്തിലിട്ട് അടയ്ക്കുന്നതാണ്. തലമുറകളുടെ നാശത്തിനത് കാരണമാക്കി തീർക്കും. ആഭിചാരം, വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെയുള്ള ഗുരുതരമായ പാപങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതുപോലെ ചെന്ന് വീഴുന്ന അഗാധ ഗർത്തങ്ങൾ, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത പാപങ്ങളായി നമ്മുടെ മുമ്പിൽ പരിഗണിച്ച് മിക്കെടുക്കുമ്പോൾ യേശുവിന് മാത്രം അതിൽ നിന്ന് ജയം തരാനായിട്ട് കഴിയും. ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാമോ? എത്ര പേർ ഈ വചനം കേൾക്കുന്നുവോ, കേൾക്കുന്ന ഭവനങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം, കേൾക്കുന്ന വ്യക്തികളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. ശാപവിമുക്തമായൊരു ജീവിതമാണ് അനിവാര്യം. ശാപവിമുക്തി ഒരു വ്യക്തിക്ക് തരാൻ കഴിയുന്നതല്ല. ശാപവിമുക്തി ഒരു പ്രസ്ഥാനത്തിന് തരാൻ കഴിയുന്നതല്ല. ശാപവിമുക്തി നമ്മിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. നാം എപ്പോൾ കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറാകുന്നുവോ ആ നിമിഷം മുതൽ ശാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്, ബന്ധനങ്ങളിൽ നമുക്ക് മോചനമുണ്ട്. ആകയാൽ ശാപമില്ലാത്തവരായി ജീവിക്കണം. ഇവിടെ പറഞ്ഞു, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. 3-ാം അധ്യായത്തിൽ ഇന്നെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പാപം കനം തൂങ്ങി, മ്ലേച്ഛത കനം തൂങ്ങി, പ്രമാണിമാർ പാപത്തിലായി, നേതാക്കന്മാർ പാപത്തിലായി, ഉന്നതന്മാർ പാപത്തിലായി, നേതൃത്വം പാപത്തിലായി. പിന്നെ എങ്ങനെ ജയിക്കാൻ? നേതൃത്വം പാപം ചെയ്താൽ, നേതാക്കന്മാർ പാപം ചെയ്താൽ ജനം അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ആലോചന കൊടുക്കേണ്ടവർ പാപത്തിൽ വീണുപോയാൽ നമ്മളുടെ സഹവിശ്വാസികൾ അവതാളത്തിലാകും. അവർ വഴിയറിയാതെ കുഴയും. അതുകൊണ്ട് സഭാധ്യക്ഷന്മാർ, കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, നേതൃനിരയിലുള്ളവർ നമ്മൾ ശാപത്തിന് കാരണമായി തീർന്നാൽ നമ്മളെ പിന്തുടരുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ പിറകെ വരുന്ന ജനം ദൈവശബ്ദം കേൾക്കാതെ കുഴയും. അതുകൊണ്ട് നാം നമ്മളെ വിശുദ്ധീകരിച്ച് ശാപമില്ലാതെ ജീവിക്കാൻ കർത്താവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കണം. യേശു കർത്താവിൻ്റെ അനർഗളമായ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കണം. ശാപം മാറിപ്പോകണം. പ്രിയമുള്ളവരെ, 3-4 തലമുറ വരെ നിൽക്കുന്നതാണ് ശാപം. അനുഗ്രഹം 1000 തലമുറ വരെ നിൽക്കുന്നതാണ്. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ശാപം എന്ന് പറയുന്നത് കേവലം പാപത്തിൻ്റെ മേലുള്ള ശിക്ഷ മാത്രമല്ല,
അത് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം മക്കളായിരിക്കും അനുഭവിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് സമ്പത്ത് പങ്കുവെച്ചു കൊടുക്കാനില്ലെങ്കിലും, ഒരുപക്ഷെ കാര്യമായിട്ടൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ലെങ്കിലും, ബാങ്ക് ബാലൻസുകളും റബ്ബർ എസ്റ്റേറ്റുകളും കൊടുക്കാനില്ലെങ്കിലും, ശാപം പങ്കുവെച്ചു കൊടുക്കരുതേ. ഇതെല്ലാം പങ്കുവെച്ച് കൊടുക്കുമ്പോഴും ശാപത്തിന്റെ ഷെയർ മക്കൾക്ക് കൊടുക്കരുത്. തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് സഹോദര സഹോദരി അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നടക്കൂ. അതിന് കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ശാപത്തിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ, കുടുംബത്തെ, സമൂഹത്തെ എല്ലാം നീ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.